ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ നിങ്ങൾ? ഉണ്ടെങ്കിൽ വളരെ നല്ലത്. പക്ഷേ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഒരിക്കലും അബദ്ധം പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം. കണ്ണടച്ച് ഏതെങ്കിലും ഒന്ന് വാങ്ങുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ. നമസ്കാരം, ഞാൻ അഭിലാഷി നായർ. ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഫീ, പലതരം ലാബ് ടെസ്റ്റുകൾ, റേഡിയോളജി പരിശോധനകൾ, ചികിത്സകൾ, മരുന്നുകൾ, ഏതെങ്കിലും സർജറിയോ പ്രൊസീജിയറോ ആവശ്യമായി വന്നാൽ അതിൻ്റെ ഭാരിച്ച ചിലവ് തുടങ്ങി ഒരു രോഗവുമായി ആശുപത്രിയിൽ ചെന്ന് കയറുന്നത് മുതൽ തുടങ്ങുകയായി ചിലവുകൾ. ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു മെച്ചപ്പെട്ട ആരോഗ്യ ഇൻഷുറൻസ് പോളിസി തിരഞ്ഞെടുക്കുന്നത് വളരെ നന്നായിരിക്കും. കോവിഡിന് ശേഷം ആരോഗ്യത്തെക്കുറിച്ച് ജാഗ്രത പുലർത്തുന്നവരാണ് മിക്കവരും. ആരോഗ്യ ഇൻഷുറൻസ് പോളിസിയുടെ പ്രാധാന്യം കൂടുതൽ ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങി. ആരോഗ്യ പ്രശ്നങ്ങളും രോഗങ്ങളും പ്രായമായവരിലും മുതിർന്ന പൗരന്മാരിലും മാത്രമല്ല, ചെറുപ്പക്കാർക്കിടയിലും കൂടുതലായി കണ്ടുവരുന്നു. മെഡിക്കൽ ഫീസ്, മരുന്നുകൾ, ചികിത്സകൾ എന്നിവയുടെ ചെലവ് വർദ്ധിക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ ശരിയായ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി തിരഞ്ഞെടുക്കുന്നത് വളരെയധികം സഹായകരമായി മാറും. ശരിയായ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എങ്ങനെ തിരഞ്ഞെടുക്കാം? ആദ്യമായി ശരിയായ കവറേജ് നൽകുന്ന പോളിസി തിരഞ്ഞെടുക്കുക. ആരോഗ്യ ഇൻഷുറൻസ് കമ്പനി അവരുടെ പരസ്യങ്ങളിൽ വാഗ്ദാനം ചെയ്യുന്ന കവറേജ് കൃത്യമായി പരിശോധിക്കണം. പോളിസിയുടെ കീഴിൽ എല്ലാ മെഡിക്കൽ ചെലവുകളും ഉൾപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. ഉദാഹരണത്തിന്, ആശുപത്രി ചെലവുകൾ, ആംബുലൻസ് നിരക്കുകൾ, പണരഹിത ചികിത്സ, ഡേ കെയർ ചെലവുകൾ, പ്രസവ ചെലവുകൾ മുതലായവ. അടുത്തതായി, പോളിസിയുടെ വെയിറ്റിംഗ് പീരീഡ് നിബന്ധന പരിശോധിക്കുക. നിലവിലുള്ള അസുഖത്തിനുള്ള കവറേജ് ലഭിക്കുന്നതിന് പോളിസി എടുത്ത ശേഷം കുറച്ചു കാലം കാത്തിരിക്കേണ്ടി വരും. വളരെ കുറഞ്ഞ കാത്തിരിപ്പ് കാലാവധിയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ഉദാഹരണത്തിന്, പോളിസി ആരംഭിച്ച തീയതി മുതൽ 2 മുതൽ 4 വർഷത്തെ കാലയളവിന് ശേഷമാണ് പ്രസവ ചെലവുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിച്ചു തുടങ്ങുന്നത്. പല ഇൻഷുറൻസ് കമ്പനികളും പലതരത്തിലുള്ള കാത്തിരിപ്പ് കാലയളവ് മുന്നോട്ട് വയ്ക്കാറുണ്ട്. ഇത് താരതമ്യം ചെയ്ത് മാത്രം പോളിസി എടുക്കുക. അതുപോലെ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി വാങ്ങുമ്പോൾ കുടുംബത്തിന് മൊത്തത്തിൽ കവറേജ് ലഭിക്കുന്ന ഇൻഷുറൻസ് പോളിസി വാങ്ങാൻ ശ്രദ്ധിക്കണം. കുടുംബത്തിലെ ഓരോ അംഗത്തിനും വെവ്വേറെ വ്യക്തിഗത ആരോഗ്യ ഇൻഷുറൻസ് പ്ലാൻ വാങ്ങുന്നതിനേക്കാൾ ഒരു ഫാമിലി ഫ്ലോട്ടർ പ്ലാൻ വാങ്ങുന്നതാണ് ഗുണകരം. സാധാരണയായി കുടുംബത്തിലെ എല്ലാവർക്കും ഒരേ സമയം അസുഖം വരില്ല. അതിനാൽ ആവശ്യാനുസരണം ഫ്ലോട്ടർ അടിസ്ഥാനത്തിൽ ലഭ്യമായ ഇൻഷുറൻസ് തുക കുടുംബത്തിലെ ഏതൊരംഗത്തിനും ഉപയോഗിക്കാവുന്നതാണ്. അതിനാൽ ഓരോ അംഗത്തിനും പ്രത്യേകം വ്യക്തിഗത ആരോഗ്യ പദ്ധതികൾ വാങ്ങുന്നതിന് പകരം ഒരു ഫാമിലി ഫ്ലോട്ടർ പ്ലാൻ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. താങ്ങാവുന്ന ചെലവിൽ പരമാവധി ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഇത് സഹായിക്കും. ഇനി പറയാൻ പോകുന്ന കാര്യം ഒരു ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ നിർബന്ധമായും പരിശോധിച്ചിരിക്കേണ്ട കാര്യമാണ്. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ എപ്പോഴും ഉയർന്ന ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഉള്ള ഇൻഷുറൻസ് കമ്പനികളുടെ പോളിസി വാങ്ങാൻ ശ്രദ്ധിക്കുക. മൊത്തം ലഭിച്ച ക്ലെയിമുകളിൽ ഇൻഷുറൻസ് കമ്പനി തീർപ്പാക്കുന്ന ക്ലെയിമുകളുടെ എണ്ണം ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ അല്ലെങ്കിൽ CSR എന്നറിയപ്പെടുന്നു. കമ്പനിയുടേത് ഉയർന്ന CSR ആണെങ്കിൽ നിങ്ങളുടെ ക്ലെയിമുകൾ തീർപ്പാക്കാൻ സാധ്യത കൂടുതലാണ്. അതിനാൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പോളിസി വാങ്ങുമ്പോൾ ഉയർന്ന ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഉള്ള കമ്പനി തിരഞ്ഞെടുക്കുക. വർഷാവർഷം പ്രീമിയം അടച്ച് പുതുക്കാവുന്ന ആരോഗ്യ ഇൻഷുറൻസ് പോളിസി മാത്രം വാങ്ങുക. കാരണം ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഘട്ടങ്ങളിൽ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി ഏറ്റവും പ്രധാനപ്പെട്ടതും ആവശ്യമുള്ളതുമാണ്. നമുക്ക് പ്രായം കൂടുന്നതനുസരിച്ച് ഒരു പുതിയ പോളിസി വാങ്ങുന്നതിന് ഉയർന്ന പ്രീമിയം നൽകേണ്ടി വരും. മാത്രമല്ല, ചില ഇൻഷുറൻസ് കമ്പനികൾ നമ്മുടെ വൈദ്യ പരിശോധന നടത്തി മാത്രമേ ഇൻഷുറൻസ് പോളിസി നൽകുകയുള്ളൂ. അതിനാൽ വർഷാവർഷം വീണ്ടും പുതുക്കി ഉപയോഗിക്കാവുന്ന പോളിസി തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഗുണകരം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. ഈ വീഡിയോയിലെ വിഷയം നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുമല്ലോ. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.